നിങ്ങൾക്ക് വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. സംഭവം കാണാൻ ചെറിയ ഡിവൈസ് ആണെങ്കിലും വാഹനമുള്ളവരുടെ പല ബുദ്ധിമുട്ടും ഇതുകൊണ്ട് തീരും. എങ്ങനെയൊക്കെ ഉപകാരപ്പെടും എന്ന് വെച്ചാൽ, നമ്പർ 1, മിക്ക ബഡ്ജറ്റ് കാറുകളിലും കമ്പനി തരുന്ന സെറ്റിൽ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ കാർപ്ലേ വയേർഡ് ആയിരിക്കും. അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ നമ്മൾ വെക്കുന്ന ബ്രാൻഡഡ് സെറ്റുകളിൽ ഇതെല്ലാം കാണും. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് കേബിൾ കണക്ട് ചെയ്ത് പെയർ ചെയ്തൊക്കെ വേണം യൂസ് ചെയ്യാൻ. ഓരോ തവണ വണ്ടിയിലേക്ക് കയറുമ്പോഴും ഇത് കണക്ട് ചെയ്യണം, ഇറങ്ങുന്ന സമയത്തും ഇത് റിമൂവ് ചെയ്യണം, വീണ്ടും കയറുമ്പോൾ വീണ്ടും കണക്ട് ചെയ്യണം. ഇങ്ങനെ വയേർഡ് ആയിട്ടുള്ള സെറ്റിനെ ഇത് ഉപയോഗിച്ച് വയർലെസ് ആക്കി മാറ്റാം. നമ്പർ 2, കമ്പനി തരുന്ന ഒരു ബോറൻ ഇന്റർഫേസ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം ആക്കി മാറ്റാം. നമ്പർ 3, സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ലാഗും ഇതിൽ കുറവായിരിക്കും. നമ്പർ 4, കമ്പനി സെറ്റുകളിൽ വീഡിയോ കാണാൻ പറ്റില്ലല്ലോ, എന്നാൽ ഇതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, മ്യൂസിക് ആപ്പുകൾ അങ്ങനെ പല ആപ്പുകളും ഉപയോഗിച്ചിട്ട് ഇതിൽ വീഡിയോ കാണാൻ പറ്റും. ഇനി അതല്ലാതെ തന്നെ ഇതിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ടും വീഡിയോ പ്ലേ ചെയ്യാം. മൊബൈൽ സ്ക്രീൻ കാസ്റ്റ് ഇതിൽ കിട്ടും. അതായത് മൊബൈലിൽ കാണുന്ന എല്ലാം നമുക്ക് കാറിന്റെ സ്ക്രീനിലും ആ ലൈവ് ആയിട്ട് തന്നെ കാണാം. ഇനിയും പല ഓപ്ഷൻസ് ഇതിലുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ഈ കാണുന്നതാണ് സാധനം, ടൊറൈൻ എന്ന ബ്രാൻഡിന്റെ വയേർഡ് ടു വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ഓർ കാർപ്ലേ അഡാപ്റ്റർ. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാണ് കിട്ടുന്നത്. അതിൽ തന്നെ യൂസർ മാനുവൽ, ഒരു USB A to Type C കേബിള്, ഒരു Type C to Type C കേബിള്, എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാനുള്ള 3mm സ്റ്റിക്കർ, പിന്നെ മെയിൻ ഡിവൈസും. ഇത്രയും സാധനങ്ങളായിരിക്കും ലഭിക്കുക. ഈ ഡിവൈസ് ഇതുപോലെ കയ്യിൽ ഒതുങ്ങുന്ന സൈസേ ഉള്ളൂ, പിന്നെ വെയിറ്റും ഇല്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവാതെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് ഇതുപോലുള്ള എയർ വെന്റുകളും ഇതിന് കൊടുത്തിട്ടുണ്ട്. 2GB റാമും 16GB സ്റ്റോറേജും ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിലൊരു Type C പോർട്ടും നോർമൽ USB പോർട്ടും തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാം. ഇനി ഇത് യൂസ് ചെയ്യാനും വലിയ പണിയൊന്നുമില്ല. Type C കേബിൾ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യുന്ന കാറിലെ ആ ഒരു പോർട്ട് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു ഭാഗം കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറിലെ സ്ക്രീനിൽ കാർപ്ലേ എന്ന് വരും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് കുത്തിപ്പൊളിക്കുക അല്ലെങ്കിൽ വയർ കട്ട് ചെയ്യുക അങ്ങനെയുള്ള സംഭവം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആണല്ലോ ഇതിന്റെ രൂപം മൊത്തത്തിൽ അങ്ങോട്ട് മാറി നല്ല അടിപൊളി ആൻഡ്രോയിഡ് ഇന്റർഫേസ് ആയിരിക്കും പിന്നീട് നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ, നല്ല നീറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. മാത്രമല്ല യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, സ്പോട്ടിഫൈ, യൂട്യൂബ് മ്യൂസിക്, ഇങ്ങനെ കുറച്ച് അധികം ആപ്പുകൾ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വൈഫൈ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്താൽ ഈ പറഞ്ഞ ആപ്പുകളെല്ലാം വർക്ക് ചെയ്യും. ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തരുന്ന ഈ ആപ്പുകളെല്ലാം നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലില്ല. പക്ഷേ ഏകദേശം നമുക്ക് ആവശ്യമുള്ള എല്ലാ ആപ്പുകളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണ കമ്പനി തരുന്ന സെറ്റുകളിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്യുന്നതിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. മാത്രമല്ല ഈ പറഞ്ഞ ആപ്പുകളൊന്നും നമുക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റൂല. ഇതിൽ കണ്ടല്ലോ, ഇതൊക്കെ കൂളായിട്ട് തന്നെ കാണാം. ഈ ഒരു ഡിവൈസിൽ തന്നെ ഇവിടെ USB പോർട്ട് കൊടുത്തുകൊണ്ട് അതിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് അതിലുള്ള മീഡിയാസും നമുക്ക് പ്ലേ ചെയ്യാം. അതിപ്പോൾ മ്യൂസിക് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലും. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന ആ ഒരു USB പോർട്ട് നമുക്ക് വേസ്റ്റ് ആയി പോകുന്നില്ല. അത് നല്ലൊരു ഉപകാരം. ഇനി ഈ ഡിവൈസിനും 16GB സ്റ്റോറേജ് തരുന്നുണ്ട്. അപ്പൊ അതിൽ വേണമെങ്കിലും കുറച്ച് ഫയലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ കാർപ്ലേ വയർലെസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ നേരെ മൊബൈൽ ഫോൺ എടുക്കുക, അതിൽ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഡിവൈസിന്റെ പേര് കാണിക്കും, അതിൽ ജസ്റ്റ് പെയർ ചെയ്ത് കൊടുക്കുക, ഡൺ. ഇനി സ്ക്രീനിൽ ഇവിടെ ആയിട്ട് ആൻഡ്രോയിഡ് ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഐഫോൺസ് ആണെന്നുണ്ടെങ്കിൽ കാർപ്ലേ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഇപ്പൊ ഇതുവരെ നമ്മൾ വയേർഡ് ആയിട്ട് കണക്ട് ചെയ്ത് കഷ്ടപ്പെട്ട സംഭവം വയർലെസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ ആയി. ഇനി നമ്മൾ എപ്പോൾ കാറിലേക്ക് കയറുമ്പോഴും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മൊബൈൽ കണക്ട് ആവും. അത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോയും കാർപ്ലേയും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നാവിഗേഷൻ, കോൾസ്, ആപ്സ്, മ്യൂസിക്, SMS, ഈവൻ വാട്സപ്പിൽ മെസ്സേജ് വന്നാൽ വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ സ്ക്രീൻ കാസ്റ്റ് ഓപ്ഷനും ഉണ്ട്. ജസ്റ്റ് കാറിന്റെ സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിറ കാസ്റ്റ് എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൽ കാസ്റ്റ് ഓൺ ചെയ്ത് വെക്കുക. ഓരോ മൊബൈൽ ഫോണിലും പല രീതിയിലായിരിക്കും. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണിക്കുന്ന എല്ലാം ഒരു മിറർ എന്നുള്ള രീതിയിൽ കാറിന്റെ സ്ക്രീനിൽ കാണാം. ഇത് വേണമെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ഒരു മൊബൈലിൽ മൂവിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മിറർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം സംഭവം തന്നെ ആ സെയിം ടൈമിൽ മുന്നിലിരിക്കുന്നവർക്കും കാണാൻ പറ്റും. പിന്നെ ഇത് കണക്ട് ചെയ്യുന്നതോടുകൂടെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഡിയോ കാര്യങ്ങളൊക്കെ കാറിന്റെ സ്പീക്കറിലേക്ക് വരും. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡ്രൈവറിന്റെ പണി തന്നെ എടുക്കുക. സ്ക്രീനിലൊക്കെ നോക്കി വണ്ടി ഓടിക്കുന്നൊക്കെ നിയമപരമായിട്ട് തന്നെ തെറ്റാണ്. മാത്രമല്ല ലൈഫിന്റെ ടൈമും കുറയും. മനസ്സിലായോ? പിന്നെ സൗണ്ട് ക്വാളിറ്റി നോക്കുന്നവരാണ്
ആണെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മൾ ആ ഒരു കമ്പനി തരുന്ന ആ സെറ്റിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും കിട്ടൂല. ഇനി സൗണ്ട് ക്വാളിറ്റി ഉള്ള സോണി, പയനീർ അതിൻ്റെയൊക്കെ സെറ്റുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ ഓപ്ഷനുകളൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിൽ കണക്ട് ചെയ്തിട്ട് മ്യൂസിക് കേൾക്കുന്നത്. ആ ഒരു ഒറിജിനൽ ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് യൂട്യൂബ് മ്യൂസിക്, സ്പോട്ടിഫൈ ഇതൊക്കെ വരുന്നതുകൊണ്ട് ഇതിലേക്ക് ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറിജിനൽ ക്വാളിറ്റി തന്നെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ കിട്ടുക. ഇതൊന്നും അല്ലാതെ ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ്സുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിവൈസും കൂടെ ഉണ്ടെങ്കിൽ 4 രീതിയിൽ ഈ കാർ സ്ക്രീനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് ഒറിജിനൽ കാറിലുള്ള ആ ഒരു സിസ്റ്റത്തിന്റെ ഇന്റർഫേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ഡിവൈസ് കണക്ട് ചെയ്തുള്ള ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്തിട്ട് അതിന്റെ ഇന്റർഫേസ് യൂസ് ചെയ്യാം. ആൻഡ് മൊബൈൽ കാസ്റ്റ് സ്ക്രീനൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാം. ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കാറിൽ വയേർഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോയോ കാർപ്ലേയോ ഉണ്ടായിരിക്കണം, അല്ലാതെ വയർലെസ് ആൻഡ്രോയിഡ് സിസ്റ്റത്തിലൊന്നും ഇത് വർക്ക് ചെയ്യില്ല. ഇത് പറയാൻ കാരണം ഒരുപാട് മുന്നേ ഉള്ള വണ്ടികളിലൊക്കെ ഇതേപോലെയുള്ള ഡിസ്പ്ലേ ഒക്കെ ചിലപ്പോൾ കാണും, പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ആദ്യം തന്നെ അത് കൺഫേം ചെയ്തിട്ട് വാങ്ങിക്കുക. ഇതിലിനിപ്പോൾ പിന്നീട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തെങ്കിലും വന്നാൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി കമ്പനി ഇതിന് തരുന്നുണ്ട്. ടൊറൈൻ ഒരു തായ്വാൻ ബ്രാൻഡാണ്. അപ്പോൾ കണ്ടല്ലോ എത്രത്തോളം ഉപകാരം ഉണ്ട് എന്നുള്ളത്. നമ്മളൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയുടെയും കുറവ് എമൗണ്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ കാറ് വാങ്ങിക്കുമ്പോഴുള്ള ആ ഒരു സെറ്റ്, നമ്മൾ കമ്പനി തരുന്ന ആ ഒരു സെറ്റ് ചുമ്മാ കിടക്കില്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് അത് വർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉപകാരങ്ങളുണ്ട് ഈ ഒരു സാധനം കൊണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും ലൈവ് ഇതിൻ്റെ പ്രൈസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.